ഹലോ നമസ്കാരം. നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരുപാട് ഫോട്ടോകൾ ഉണ്ടാവും അല്ലേ? അതിൽ നമ്മുടെ മൊബൈൽ ഫോൺ ഗാലറിയിൽ ഇഷ്ടംപോലെ ഫോട്ടോകൾ ഉണ്ടാവും. അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ ക്യാമറയിൽ നിന്നെടുത്ത അല്ലെങ്കിൽ SLR ക്യാമറയിൽ നിന്നെടുത്ത ഫോട്ടോകൾ ഉണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലൊക്കെ വന്ന ഒരുപാട് ഫോട്ടോകളൊക്കെ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ടാവും. അപ്പം ഇതൊക്കെ ഇവിടെ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഏതൊരു ഫോട്ടോ ആയാലും അതിൻ്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ ആ ഒരു ഫോട്ടോയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ പിന്നിൽ ഒരുപാട് രഹസ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിവിടെ കണ്ടുപിടിച്ച് അറിയാനായിട്ട് സാധിക്കും. ഇപ്പം വാട്സപ്പിലൊക്കെ വന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ, അതിപ്പോൾ ആ ഒരു ഫോട്ടോ എവിടെ നിന്നാണ് എടുത്തത്, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ ആരാണ് എടുത്തത്, അല്ലെങ്കിൽ ആ ഫോട്ടോ ഏതൊരു ടൈമിലാണ് ഏത് ഡേറ്റിലാണ് എടുത്തത്, അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോ ഏത് ക്യാമറയിൽ നിന്ന് എടുത്തതാണ്, ആ ഒരു ഫോട്ടോയുടെ റെസൊല്യൂഷൻ എത്രയാണ്, ആ ഒരു ഫോട്ടോ ഏത് ലൊക്കേഷനിൽ നിന്നാണ് എടുത്തത്, അത് എവിടെയാണ്, ഇങ്ങനെ തുടങ്ങിയ ഏതൊരു ഫോട്ടോ ആയാലും ആ ഒരു ഫോട്ടോയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ പിന്നിൽ നമ്മൾ പോലും അറിയാത്ത ഒരുപാട് രഹസ്യ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കിവിടെ കണ്ടുപിടിച്ച് അറിയാനായിട്ട് സാധിക്കും. അത് എങ്ങനെ എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഭാഗത്ത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് യൂട്യൂബിൽ ലഭിക്കാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും പുതുതായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഈ വീഡിയോക്ക് താഴെ കാണുന്ന ആ ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടാണ് ആ ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസൊക്കെ പെട്ടെന്ന് യൂട്യൂബിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിന് ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് exifdata.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു ഇന്റർഫേസിൽ ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. ഇതിലിവിടെ അപ്ലോഡ് ആൻഡ് ഇമേജ് എന്ന ഭാഗത്ത് ഇവിടെ നമുക്കിത് സൂം ഇന്നും സൂം ഔട്ടും ചെയ്യാൻ സാധിക്കും. അവിടെ ചൂസ് ഫയൽ എന്നൊരു ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം താഴെ നമ്മുടെ മൊബൈൽ ഫോണിലെ ഗാലറിയിലേക്ക് പോകാനുള്ള ഫയൽസ് എന്ന ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഭാഗത്ത് ഇടതുവശത്തെ മുകളിൽ 3 വരെ മെനു ബാർ ഓപ്ഷൻ കാണും, അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ഇവിടെ ഇമേജ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ഏത് ഫോൾഡറിലെ ഫോട്ടോസ് ആണ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിൽ ഞാനിവിടെ ഒരു ഫോട്ടോ സെലക്ട് ചെയ്ത് ചൂസ് ചെയ്തു. ഇനി ഈ ഒരു ഫോട്ടോ നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. അതിനായിട്ട് ഇവിടെ സൈഡിൽ കാണുന്ന അപ്ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം അല്പം ലോഡിംഗ് ആയിട്ട് ഇതുപോലൊരു ഇന്റർഫേസിൽ പുതിയൊരു പേജ് ഇങ്ങനെ ഓപ്പൺ ആയി വരും. അപ്പോൾ നമ്മളിവിടെ അപ്ലോഡ് ചെയ്ത ആ ഒരു ഫോട്ടോയുടെ മൊത്തത്തിൽ ഈ ഒരു ഫോട്ടോന്റെ ഒരുപാട് രഹസ്യ കാര്യങ്ങളൊക്കെ ഇതിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതൊക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിലാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ അത് നമുക്ക് മലയാളത്തിൽ കാണുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന 3 ഡോട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് മെനു ബാറിൽ ട്രാൻസ്ലേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ മലയാളം എന്ന ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അന്നേരം ആ ഒരു ഫോട്ടോയുടെ ഉള്ളിലുള്ള അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ പിന്നിലുള്ള ഒരുപാട് രഹസ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ മലയാളത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ഇംഗ്ലീഷ് അറിയാത്തവർക്കൊക്കെ ഗൂഗിൾ ക്രോമിലൊക്കെ മലയാളത്തിൽ കാണാനുള്ള ഓപ്ഷനൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഉപയോഗിച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറ്റുന്നു. ഇവിടെ നോക്കിയേ, ഈ ഒരു ഫോട്ടോയുടെ എന്തൊക്കെ രഹസ്യ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഇവിടെ കാണാം. അതിൽ ഈ ഫോട്ടോയുടെ അടിയിൽ ഇടതുഭാഗത്ത് എഴുതിയിരിക്കുന്നത് കാണാം. ഇത് ഏത് ക്യാമറയിൽ നിന്ന് എടുത്ത ഫോട്ടോ ആണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. കാനോൺ SLR ക്യാമറയിലാണ് ഈ ഒരു ഫോട്ടോ എടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഫോട്ടോയുടെ റെസൊല്യൂഷൻ എത്രയാണെന്ന് അവിടെ കാണാം. അതുപോലെ ഏത് ഡേറ്റിലാണ് ഈ ഫോട്ടോ എടുത്തതെന്ന് അറിയാം. പിന്നെ ഇവിടെ വലതു ഭാഗത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തീർത്തും ഈ ഒരു ഫോട്ടോയുടെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ഒരു ഫോട്ടോയുടെ പിന്നിലുള്ള എല്ലാ രഹസ്യ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് കാണാം. അതിൽ ഈ ഫോട്ടോയുടെ അപ്പാച്ചർ എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ സ്കെയിൽ ഫാക്ടർ, അതുപോലെ തന്നെ ക്യാമറയിൽ നിന്ന് ഈ ഫോട്ടോ എടുക്കുമ്പോൾ അതിന്റെ ഷട്ടർ സ്പീഡ് എത്രയെന്ന് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും കൃത്യമായിട്ട് ഈ ഒരു ഫോട്ടോയുടെ എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ ഒരു ഫോട്ടോയുടെ വിഡ്ത്ത്, സൈസ്, അളവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്ക് കാണാനും അറിയാനും സാധിക്കും. ഇതുകൂടാതെ നമ്മൾ ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പം സിസ്റ്റം ഫയൽ, അതിൽ ഫയൽ നെയിം എന്താണെന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫയൽസ് ഹൈറ്റ് എത്രയാണെന്ന് കൊടുത്തിട്ടുള്ളത് കാണാം. അതോടൊപ്പം ഈ ഫോട്ടോയിൽ എത്ര കളർ ഉണ്ട്, അത് ഏതൊക്കെയാ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറിയാം. അതുപോലെ ഈ ഫോട്ടോ എടുത്ത ടൈം, ഡേറ്റ് ഒക്കെ അവിടെ എത്ര സമയത്താണ് എന്നുള്ളത് കൊടുത്തിട്ടുള്ളത് കാണാം. മാത്രമല്ല ഇതിന് ഫോട്ടോ എടുക്കുമ്പോൾ കൊടുത്ത പെർമിഷനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു ഫോട്ടോയുടെ എല്ലാ രഹസ്യ കാര്യങ്ങളും നമുക്ക് ഇവിടെ അറിയാനായിട്ട് സാധിക്കും. പിന്നെ ആ ഫോട്ടോയുടെ ക്യാമറ ക്വാളിറ്റി എത്രയാണ്, അതുപോലെ തന്നെ ഈ ഫോട്ടോ എടുത്ത ലൊക്കേഷൻ എവിടെയാണ്, അങ്ങനെ ഇവിടെ നമുക്ക് ഒരു ഫോട്ടോയുടെ ഉള്ളിലുള്ള എല്ലാ ഡാറ്റാസും ഡീറ്റെയിൽഡ് ആയിട്ട് അതിൻ്റെ ഉള്ള ഒരു ഫോട്ടോയുടെ ഉള്ളിലുള്ള എല്ലാ രഹസ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അറിയാൻ സാധിക്കും. അതുപോലെ ഈ ഫോട്ടോസ് ആരാണ് എടുത്തത്, എവിടുന്നാണ് എടുത്തത്, അതിന്റെ പേരും ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണാം. ഇവിടെ ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ ക്ലിയർ ആയിട്ട് കാണുന്നില്ല എന്ന് തോന്നുന്നുണ്ട്, കാരണം ഒരുപാട് ഡീറ്റെയിൽസ് ഇവിടെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങളൊരു ഫോട്ടോയുടെ രഹസ്യ കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടി ഇതുപോലെ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഏതൊരു ഫോട്ടോ ആയാലും
അതിലെ ഒരുപാട് രഹസ്യ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിച്ച് നമുക്ക് കൃത്യമായിട്ട് അത് കാണാനും അറിയാനും സാധിക്കുന്നതാണ്. ഇതിലൂടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും ഫോട്ടോസ് ആർക്കെങ്കിലും അയക്കുന്ന നേരം അതിന്റെ എല്ലാ രഹസ്യ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മറ്റുള്ളവർക്ക് അറിയാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഒന്നും നല്ലതാണ്. അടുത്തത് ഇവിടെ ബാക്ക് വന്നു കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിൽ സബ്മിറ്റ് ആൻഡ് ഇമേജ് URL എന്ന ഭാഗത്ത് നമുക്ക് ഏതെങ്കിലും ഫോട്ടോയുടെ URL ലിങ്ക് ഒക്കെ ഇവിടെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് ആ ഒരു ഫോട്ടോയുടെ എല്ലാ രഹസ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കണ്ടുപിടിച്ചറിയാൻ സാധിക്കും. എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൽ ഇങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ഏതൊരു ഫോട്ടോ ആയാലും ആ ഫോട്ടോയുടെ ഉള്ളിലോ അല്ലെങ്കിൽ അതിന്റെ പിന്നിലോ ഉള്ള ആ ഒരു ഫോട്ടോയുടെ ഒരുപാട് രഹസ്യ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കണ്ടുപിടിച്ച് ചെക്ക് ചെയ്ത് അറിയാൻ സാധിക്കുന്നതാണ്. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യുക. താങ്ക് യു, ബൈ.